സമാധാനത്തോടെ ദിവസത്തിലായിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വചനം തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യം മാത്രം വായിച്ച് ദൈവജന ശുശ്രൂഷയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ദയവായിട്ട് മൈക്ക കയ്യിലുള്ളവർ നിർത്തി വളരെ ശ്രദ്ധയോടെ വ്യക്തമായി അത് വായിച്ചാട്ടെ. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. തിമോത്തിയോസിൻ്റെ ലേഖനം 1 തിമോത്തിയോസിൻ്റെ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. കഴിഞ്ഞ ചില ആഴ്ചകളായി നമ്മൾ ചിന്തിച്ച ചില വേദവചനങ്ങളോടുള്ള ബന്ധത്തിൽ പിന്നെയും അത് ചില പ്രത്യേകമായ കാര്യങ്ങൾ സഭയെ ഓർമ്മിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ആ വിഷയങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. 1 തിമോത്തിയോസ് 4:1 വീണ്ടും ബൈബിൾ എടുക്കാത്തവർ, വചനം എടുക്കാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറയുന്നു. 1 തിമോത്തിയോസിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് വശീകരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ്. വശീകരിക്കുന്ന ആത്മാവിൻ്റെ വ്യത്യസ്തമായ 10 രൂപങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ 2 ആഴ്ചകളായി അല്പമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. വശീകരിക്കുന്ന ആത്മാവിൻ്റെ ഒരു പ്രത്യേകത, അന്ത്യകാലഘട്ടത്തിൽ ദൈവസഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായിട്ട് പറയുന്നു. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അത് ഞാൻ ഇങ്ങനെയാണ് വിവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ആത്മാവ് വ്യക്തമായി നിഷേധിക്കാനാവാത്ത വാക്കുകളിൽ, തികച്ചും വ്യക്തമായ വാക്കുകളിൽ സംസാരിക്കുന്നു. അവസാന കാലത്തിൻ്റെ അവസാനത്തിൽ ചിലർ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാന പഠിപ്പിക്കലിൽ നിന്ന് പതുക്കെ അകന്നുപോകും. അത് വിരസമാണെന്ന് കരുതി മറ്റൊരു ചിന്തയിലേക്ക് അവരുടെ ചെവിയെ അവർ കൊണ്ടുപോകും. മറ്റൊരു ചിന്താഗതിയിലേക്ക് അവരുടെ മനസ്സ് തിരിക്കും. മറ്റൊരു ഓപ്ഷൻ അവർ പരിഗണിക്കും. മെച്ചപ്പെട്ട എന്തെങ്കിലും അവർ അന്വേഷിക്കും. അവർ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയുകയും വശീകരിക്കുന്ന ആത്മാക്കൾക്കും പിശാചുകളുടെ ഉപദേശങ്ങൾക്കും ചെവി കൊടുക്കുകയും ചെയ്യും. ഈ ട്രാൻസ്ലേഷൻ ആംപ്ലിഫൈഡ് ബൈബിളിൻ്റെ ട്രാൻസ്ലേഷനാണ്. അത് മലയാളത്തിൽ വിവർത്തനം ചെയ്തുകൊണ്ടാണ് ഇത്രയും അത് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരണം, ഭാവി കാലഘട്ടത്തിൽ, അവസാന കാലഘട്ടത്തിൽ, അവസാനത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുന്ന ഈ സഭയുടെ ഈ നൂറ്റാണ്ടിൽ അനേകർ എന്തു ചെയ്യും? വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ കൃത്യമായി വ്യക്തമായി നമ്മോട് ആലോചന പറയുകയാണ്. ആത്മാവ് വ്യക്തമായി നിഷേധിക്കാനാവാത്ത വാക്കുകളിൽ, തികച്ചും വ്യക്തമായ വാക്കുകളിൽ അത് കൃത്യമായി മുദ്ര ചെയ്തുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് സംതിങ് എന്തോ സംഭവിക്കാനുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. അന്ത്യകാലഘട്ടത്തിനകത്ത് സ്തോത്രം അനേകരും വിശ്വാസം എന്ത് ചെയ്യും? ത്യജിക്കും എന്നാണ് ഹല്ലേലൂയ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. അവസാനത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ, കാര്യത്തിൻ്റെ ഏതും ഗൗരവകരമായ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലേക്ക് എത്തുന്ന അനേകരും ഈ വിശ്വാസ ജീവിതം അവർ ഹല്ലേലൂയ സ്തോത്രം അവർ കടന്നു വന്ന വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവരെ നടത്തിയ ദൈവത്തെ ഓർക്കാതെ പലരും അവരുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് പിന്തിരിയാൻ സാധ്യതയുണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ കൃത്യമായിട്ട് പറയുമ്പോൾ അത് നമ്മുടെ സഭയ്ക്കകത്ത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവസാന നാളുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അന്ത്യനാളുകളിൽ പകരുന്നൊരു ശുശ്രൂഷ ഈ കാലഘട്ടങ്ങളിൽ നടക്കുന്നതോടൊപ്പം തന്നെ മറുഭാഗത്ത് വശീകരിക്കപ്പെടുന്ന ആത്മാക്കളിനാൽ ദൈവത്തിൻ്റെ വചനം വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റു പല ഉപദേശങ്ങളിലേക്കും കടന്നു പോകുന്ന അനേകരും സഭകൾക്കകത്തുണ്ടാകുമെന്ന് ആത്മാവ് നിഷേധിക്കാനാവാത്ത സ്വരത്തിൽ, ഭാഷയിൽ നമ്മോട് കൃത്യമായിട്ട് സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് സംസാരിച്ചാൽ പ്രൈസ് ദി ലോർഡ്, നമ്മൾ അതിനകത്ത് ഒരു പ്രത്യേകമായ ഇടപെടൽ നമ്മളോടുള്ള ബന്ധത്തിൽ ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എങ്ങനെയാണ് ഈ അവസാന നാളുകളിൽ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്നതിൻ്റെ കാരണം?
അവർ ഭൂതങ്ങളുടെ ആത്മാക്കളിലും വശീകരിക്കപ്പെടുന്ന ആത്മാക്കളുടെ ഉപദേശങ്ങളിലും അവർ പെട്ടുപോകുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വശീകരിക്കപ്പെടുന്ന ആത്മാവിൻ്റെ ചില പ്രത്യേകതകൾ നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മുടെ വിശ്വാസം പോലും, നമ്മൾ നിൽക്കുന്ന വിശ്വാസം പോലും, ക്രിസ്തുയേശുവിൽ നമ്മൾ വിശ്വസിച്ചത് പോലും തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിൽ, നമ്മുടെ ഉപദേശങ്ങളെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നതായ വിധത്തിൽ ചില സംശയങ്ങളെ അന്ത്യകാലഘട്ടത്തിനകത്ത് ഹല്ലേലൂയ ജനത്തിന്റെ ഉള്ളിൽ പിശാച് പാകുവാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, പെട്ട് പോകരുത്, പെട്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുള്ള ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വളരെ യാഥാർത്ഥ്യമുള്ളൊരു ജീവിതമാണ്. അതൊരിക്കലും മായയല്ല. നിത്യത ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന ജീവിതം ഒരു യാഥാർത്ഥ്യമാണ്. ഏകദേശം ഏറിയാൽ 70 വർഷം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ ജീവിക്കുന്നു എങ്കിൽ കർത്താവിന് വേണ്ടി ജീവിച്ചാൽ ആ ജീവിതം ഒരു യാഥാർത്ഥ്യമായ ജീവിതമാണ്. അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ആരെ വിശ്വസിച്ചിരിക്കുന്നു, നമ്മൾ ആർക്കു വേണ്ടി നിലനിൽക്കുന്നു എന്ന് വ്യക്തമായി നമ്മൾ അറിയണം. പൗലോസ് ഒരിക്കൽ പ്രകാരം പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവസഭയെ, ദൈവമക്കളെ, ദൈവത്തിന്റെ ദാസന്മാരെ, ഈ കാലഘട്ടങ്ങളിൽ പലപ്പോഴും നമ്മുടെ ചിന്തകളെ പുറകോട്ട് വലിക്കുവാൻ ശത്രു പലവിധത്തിലുള്ള പദ്ധതികളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് ആരാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ അറിയാതെ പോകരുത്. പൗലോസ് പറയാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ക്രിസ്തീയ ജീവിതം ഒരു യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഥാർത്ഥമായ ഒരു ജീവിതത്തിന്റെ റിഹേഴ്സലാണിത്. യാഥാർത്ഥ്യം തുടങ്ങുവാൻ പോകുന്നതേയുള്ളൂ. അതൊരിക്കലും മറന്നു പോകരുത്. എത്ര കഷ്ടതകളും പ്രയാസങ്ങളും വന്നാൽ ഈ കർത്താവിനെ വിട്ടു പോകരുത്. ഹല്ലേലൂയ. എത്ര പ്രതികൂലങ്ങൾ വന്നാലും ഈ കർത്താവിനുള്ള ആശ്രയം വെടിയരുത്. ഈ കർത്താവ് മാത്രമാണ് നമ്മെ നിത്യതയിലേക്ക് എത്തിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തു മതം അല്ലെങ്കിൽ ക്രിസ്തീയമായ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്താണോ ആ ഘടകങ്ങളിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് അനേകർ പിന്തിരിയും. പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും പിന്തിരിയരുത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വീണ്ടും ജനിക്കപ്പെട്ടവരെ, പിന്തിരിയുവാനുള്ള അനേക അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. പക്ഷെ പിന്തിരിയരുത്. ഈ യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ വിരുദ്ധം നമുക്ക് പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഓട്ടം നമുക്ക് തികക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മെ വിളിച്ചവൻ ആരാണെന്ന് നമ്മൾ അറിയണം. നമുക്ക് നിത്യതയിൽ വെച്ചിരിക്കുന്ന ഒരു പ്രതിഫലം നമ്മൾ അറിയണം. അതുകൊണ്ട് പൗലോസ് ഫിലിപ്പ് ലേഖനത്തിനകത്ത് ഇങ്ങനെ എഴുതി, സ്തോത്രം, മുമ്പിലുള്ളത് അല്ലെ പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ള ലക്ഷ്യത്തിലേക്ക്, ആ ലാക്കിലേക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഓടുകയാണ്. ഹല്ലേലൂയ. നമ്മൾ എന്തെങ്കിലും ഭൗതികമായ നന്മകൾ കിട്ടുമെന്ന് കേട്ടതുകൊണ്ടോ കണ്ടതുകൊണ്ടോ അല്ല ഈ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. ഏതെങ്കിലും രോഗസൗഖ്യം ലഭിക്കുമെന്നോ, സ്തോത്രം, എന്തെങ്കിലും ഇതിനകത്ത് കിട്ടുമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല ഈ കർത്താവിനെ നമ്മൾ പിൻപറ്റിയത്. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. എന്തെങ്കിലും കിട്ടുന്നുവാനോ കാണുവാനോ നടത്തുവാനോ ഒന്നുമല്ല ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വന്നത് എന്തിനു വേണ്ടിയിട്ടാ? യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഞാൻ പറയും, ദാനിയേല് സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം, ആ 3 ബാലന്മാരെ കുറിച്ച് നമ്മൾ ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ, ശദ്രക്, മേശക്, അബേദ്നെഗോ, പ്രൈസ് ദി ലോർഡ്, രാജാവിന്റെ ഭക്ഷണം കൊണ്ട് പ്രൈസ് ദി ലോർഡ് അവർ ഒരിക്കലും അശുദ്ധരാകുകയില്ലെന്നുള്ള തീരുമാനം എടുക്കുക മാത്രമല്ല, തങ്ങളുടെ ജീവിതത്തിന്റെ കഷ്ടതയ്ക്കകത്ത് അവർ ഒരു ഉറച്ച തീരുമാനമെടുത്ത് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണ്. ഈ തീക്കുണ്ടത്തിൽ നിന്ന് കർത്താവ്, ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഈ ദൈവത്തെ വിട്ടുമാറുന്ന
പ്രശ്നമില്ല. അതാണ് യഥാർത്ഥമായ വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് വിടുവിച്ചാലും ഇല്ലെങ്കിലും ഈ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു പ്രശ്നവുമില്ല. അത് നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരണം. ഈ വചനം നിങ്ങളുടെ അകത്ത് കടന്നു ചെല്ലട്ടെ. എന്തെങ്കിലും കിട്ടാനല്ല കർത്താവിനെ അറിഞ്ഞത്, എന്തെങ്കിലും നേടാനല്ല. ഒരു നിത്യതയുണ്ട്, ഒരു വിരുദുണ്ട്, ഒരു പ്രതിഫലമുണ്ട്. അത് പ്രാപിക്കാനോ നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിലായിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തീയ ഉപദേശത്തിന്റെ സത്തയോടുള്ള അടിസ്ഥാനത്തോടുള്ള അഭിരുചി കുറഞ്ഞു പോയിട്ട് വചനം കേൾക്കുന്ന വചനം വിരസമാണെന്ന് തോന്നിയിട്ട് മറ്റു പലതിലേക്കും നമ്മുടെ ശ്രദ്ധകളെ മാറ്റുന്ന ഒരു വശീകരണത്തിന്റെ സ്പിരിറ്റ് അന്ത്യകാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്തുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പല ദൈവസഭകൾക്കകത്തും വചനം വേണ്ട. പ്രൈസ് ദി ലോർഡ്. വചനം വേണ്ട, മറ്റു പലതും മതി. സ്തോത്രം. മറ്റു പലതും എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പ്രൈസ് ദി ലോർഡ്, വചനമില്ലാതെ മറ്റു പലതിൻ്റെയും പുറകെ നമ്മൾ പോയാൽ നമ്മുടെ വിരുദ് തെറ്റാൻ സാധ്യതയുണ്ട്. വചനമില്ലാത്ത ശക്തി വ്യർത്ഥമാണ്. വചനമില്ലാത്ത ശക്തി അത് കെട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. കാരണം വചനം, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം അത് ആത്മാവും ജീവനുമാണ്, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞതിന്റെ കാരണം അത് വചനമാണ് ആത്മാവിൽ ജീവൻ കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ വചനമാണ് റീമയായി വെളിപ്പെട്ടത്. ആ വചനമാണ് ജഡമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ആ വചനമാണ് 33 വർഷം ഈ ഭൂമിയിൽ പ്രൈസ് ദി ലോർഡ് ഒരു സാധാരണ മനുഷ്യനായി ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ പ്രവേശിച്ചത്. ആ വചനത്തിന് മാത്രമേ വിടുതലുള്ളൂ. ആ സത്യം നമ്മൾ മറന്നു പോകരുത്. അത് മറന്നു പോകരുത്. ഹല്ലേലൂയ. വാസ്തവത്തിൽ ഈ അന്ത്യകാലഘട്ടത്തിൽ ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളിലും ആശ്രയിച്ചിട്ട് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ യേശുവിൽ നിന്നുള്ള വേർപാടാണ്. എന്ന് പറഞ്ഞാൽ വചനത്തിൽ നിന്നുള്ള വേർപാട് യേശു കർത്താവിൽ നിന്നുള്ള വേർപാടാണ്. കാരണം വചനം കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വേർപിരിയുക എന്ന് പറയുന്ന പദം, സ്തോത്രം, നമ്മൾ ഇതിനകത്ത് ബൈബിളിനകത്ത് പഠിക്കുമ്പോൾ ഒത്തിരി പദങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നതായിട്ട് കാണാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. അകന്നു പോകുക, മാറിപ്പോകുക എന്നുള്ള പദങ്ങളാണ് നമുക്ക് സ്തോത്രം കാണാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊന്നിലേക്ക് സാവധാനത്തിൽ നീങ്ങുന്ന ഒരു വ്യക്തിയെ അത് സൂചിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അയാൾക്ക് പോലും ഒരു പരിവർത്തനം ഉള്ളിൽ സംഭവിച്ചു എന്നുള്ള തോന്നൽ പോലും ഇല്ലാതെ മാറുന്ന ഒരു അനുഭവം. അതാണ് ഈ വശീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം. ആ വ്യക്തിക്ക് പോലും മാറ്റം വന്നു എന്നുള്ള തോന്നൽ ഉണ്ടാകാതെ വണ്ണം അവരുടെ ബുദ്ധിമണ്ഡലത്തെ സ്വാധീനിച്ചിട്ട് മറ്റൊരു മേഖലയിലേക്ക്, മറ്റൊരു മണ്ഡലത്തിലേക്ക് അവരുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്ന ഒരു അനുഭവം. ഈ അനുഭവം അന്ത്യകാലഘട്ടത്തിൽ അവസാന നിമിഷത്തിൽ സഭയ്ക്കകത്ത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയാണ്, സ്തോത്രം, ഹല്ലേലൂയ, അങ്ങനെയുള്ളവർ, ഹല്ലേലൂയ, ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായിട്ട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്, ഭോഷ്ക് പറയുന്നവരുടെ കൂട്ടത്തിൽ പെട്ട് ആശ വെച്ചവന്റെ അടുക്കലേക്ക് പോകാതെ നഷ്ടപ്പെട്ടു പോകുന്ന, വിരുദ പ്രാപിക്കാത്തൊരു ജീവിതത്തെ കുറിച്ച് ഒരിക്കൽ പോലും നമ്മൾ ചിന്തിക്കുവാൻ ഇടവരരുത്. ശത്രു നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളുടെ മേൽ സ്വാധീനിക്കുവാൻ ഇടവരരുത്. സഭയിലെ ദൈവദാസന്മാരെ പിശാച് ഉപയോഗിക്കുവാൻ ഇടവരുത്തരുത്. അതിനുവേണ്ടി ആത്മാർത്ഥമായി ഓരോ ദിവസവും ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അന്ത്യകാലഘട്ടത്തിൽ അങ്ങനെ ഒരു വശീകരണം നടക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത ഞാൻ പറയാം.
ഈ കാലഘട്ടത്തിൽ മറ്റൊരു പ്രത്യേകത അമാനുഷികതയിലേക്കുള്ള മനുഷ്യന്റെ പ്രയാണമാണ്. പലപ്പോഴും ദൈവത്തെ അറിയാത്ത ആളുകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പലരും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിലോ അമാനുഷികമായ മണ്ഡലമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സഭയ്ക്കകത്തു പോലും അമാനുഷികമായ മണ്ഡലത്തിലേക്ക് കടന്നു പോകണമെന്നുള്ള ആഗ്രഹം പലരുടെ ഹൃദയത്തിനകത്തും ഇട്ടുകഴിഞ്ഞു പിശാച്. എന്നാൽ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, വചനത്തിൽ അടിസ്ഥാനമില്ലാത്ത അമാനുഷികതയല്ല. വചനത്തിൽ ഇല്ലാത്ത ആത്മാവിന്റെ മണ്ഡലം ഇല്ല. ശത്രു പലപ്പോഴും നമ്മെ വചനം വേണ്ട, ആത്മാവിന്റെ മണ്ഡലത്തിലേക്ക് കയറാമെന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കുക. വചനത്തിലുള്ള ഉറപ്പില്ലാതെ, അടിസ്ഥാനമില്ലാതെ പരിശുദ്ധാത്മാവിൽ കയറാൻ സാധ്യമല്ല. അത് കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പലർക്കും അമാനുഷികതയോട് വളരെ ആഗ്രഹമാണ്, ആരാധിക്കാൻ വളരെ ആഗ്രഹമാണ്, പ്രാർത്ഥിക്കാൻ വളരെ ആഗ്രഹമാണ്. പക്ഷെ പലർക്കും വചനവുമായിട്ട് ഒരു ബന്ധവുമില്ല. വചനവുമായിട്ട് ബന്ധമില്ലാത്ത ആരാധനയല്ല. മനസ്സിലായോ? ഇത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്. വചനം കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. വചനവുമായിട്ട് ബന്ധപ്പെടാതെ, ക്രിസ്തുവുമായി ബന്ധപ്പെടാതെയുള്ള അമാനുഷികതയ്ക്ക് എന്ത് അടിസ്ഥാനമാണുള്ളത്? ഒരു അടിസ്ഥാനവുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ ആത്മാവ് വളരെ കൃത്യമായിട്ട് പറയുന്നു, പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ക്രിസ്തുവിൽ നിന്നുള്ളത് നമ്മെ പഠിപ്പിക്കാനാ. മനസ്സിലായോ? ക്രിസ്തുവിൽ നിന്നുള്ളത് അവൻ നിങ്ങൾക്ക് എടുത്തു തരും, അവൻ നിങ്ങളെ പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കർത്താവല്ലാതെ വേറെ ഏതെങ്കിലും ഡോറുകളിലൂടെ നാം അമാനുഷികതയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ ശത്രു നമ്മളെ വഞ്ചിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, ഈ വാതിലിലൂടെ അകത്ത് കടക്കണം. യേശുവല്ലാത്ത ഡോറിലൂടെ അകത്ത് കടക്കാൻ ശ്രമിക്കരുത്. യേശുവല്ലാത്ത ഡോറിലൂടെ അകത്ത് കടന്നാൽ ശത്രു നിങ്ങളെ വഞ്ചിക്കാൻ സാധ്യതയുണ്ട്. കാരണം വചനം കർത്താവാണ്, യേശു വചനമാണ്. ഈ വചനമല്ലാത്ത ഡോറുകളിലൂടെ പ്രവേശിക്കുന്നവർ അവസാന കാലഘട്ടങ്ങളിൽ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അമാനുഷികതയോടുള്ള നമ്മുടെ അഭിനിവേശം, ഹല്ലേലൂയ, പലപ്പോഴും ക്രിസ്തുവിൽ നിന്ന് നമ്മെ വേറൊരു മണ്ഡലത്തിലേക്ക് മാറ്റുകയാണ്. പലപ്പോഴും ഞാൻ ഹല്ലേലൂയ സ്തോത്രം പല വിധത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, അന്ത്യകാലഘട്ടത്തിൽ ഇത് സംഭവിക്കും. ഹല്ലേലൂയ. വചനത്തിൽ അടിസ്ഥാനമില്ലാത്ത ജീവിതത്തിന് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസന്മാർ വളരെ കൃത്യമായിട്ട് നിങ്ങൾ വചനം പഠിക്കണമെന്ന് പറയുന്നത്. വചനമകത്തില്ലാത്തവനെ ശത്രുവിന് കബളിപ്പിക്കുവാൻ എളുപ്പമാണ്, ശത്രുവിനെ തറപറ്റിക്കുവാൻ എളുപ്പമാണ്. എന്നാൽ ഒരു ദൈവ പൈതലിന്റെ ആയുധമാണ് ദൈവത്തിന്റെ വചനം. എഫെസ്യ ലേഖനത്തിൽ പൗലോസ് എഴുതുമ്പോൾ കർത്താവിന്റെ ദാസൻ നേരത്തെ പറഞ്ഞ പോലെ ആയുധങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ധരിക്കുവാനുള്ളത്, അണിയുവാനുള്ളത്, അല്ലേ? രക്ഷയ്ക്കായിട്ടുള്ളത്, പ്രതിരോധത്തിനായിട്ടുള്ളത്. ഈ അടയാളങ്ങളിൽ, പ്രതിരോധത്തിനുള്ള അടയാളങ്ങളിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ആയുധമാണ് വചനം എന്ന ആത്മാവിന്റെ വാൾ. ഹല്ലേലൂയ. യേശു കർത്താവിനെ മരുഭൂമിയിൽ പരീക്ഷിച്ചപ്പോഴും കർത്താവ് അവിടെ മായാജാലങ്ങളൊന്നും കാണിച്ചില്ല. ഹല്ലേലൂയ. തന്റെ നേരെ വന്ന സാത്താനെതിരെ പ്രൈസ് ദി ലോർഡ് താൻ എടുത്തത് ന്യായപ്രമാണ പുസ്തകങ്ങളിലെ വചനങ്ങളാണെങ്കിൽ ദൈവവൈതലേ, നിനക്കെതിരെ വരുന്ന ശത്രുവിനെതിരെ എടുക്കാനുള്ള ആയുധമാണ് ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ. അതെടുക്കണമെങ്കിൽ എന്തു വേണം? വചനം പഠിക്കണം. അതിന് നമുക്കാർക്കും വചനം പഠിക്കാൻ സമയമില്ലല്ലോ. നമ്മൾ ഒത്തിരി കാര്യങ്ങളാൽ ഭാരപ്പെടുന്നവരല്ലേ. പ്രൈസ് ദി ലോർഡ്. വചനം എന്ന ആത്മാവിന്റെ വാൾ
എടുക്കണം. ഹല്ലേലൂയ. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം വചനവും ആത്മാവും യോജിക്കുന്നു. വചനവും ആത്മാവും യോജിക്കുന്നു. അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അവിടെയാണ് ദൈവരാജ്യം വെളിപ്പെടുന്നത്. അല്ലാത്തതെല്ലാം മാനുഷികമാണ്, അല്ലാത്തതെല്ലാം പൈശാചികമാണ്. അതിലേക്ക് വശീകരിക്കപ്പെട്ടു പോകരുത്. ഇത് അവസാന കാലഘട്ടത്തിന്റെ അവസാന സമയമാണ്. നമ്മൾ ഒരിക്കലും അത് മറന്നു പോകരുത്. സ്തോത്രം. പലപ്പോഴും വചനത്തെ തള്ളിക്കളഞ്ഞ ആത്മാവിന്റെ കാര്യങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നു. അതൊരിക്കലും ദൈവികമല്ല, അതൊരിക്കലും ദൈവികമല്ല. ഈ പ്രശ്നത്തെക്കുറിച്ച് തിമോത്തിയോസിനെ ഓർമ്മിപ്പിക്കുമ്പോൾ ഈ പ്രശ്നത്തെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് ഈ 4-ാം അധ്യായത്തിൽ തിമോത്തിയോസിനോട് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 തിമോത്തിയോസിന്റെ ലേഖനം 4-ന്റെ 6-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്. ചിലർ ഇവർ വിട്ടുമാറി 4-ന്റെ 6. ചിലർ ഇവർ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് 4-ന്റെ 6. 1 തിമോത്തിയോസ് 4-ന്റെ 6. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുയേശുവിനെ നല്ല ശുശ്രൂഷകനാകും. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് അറിയേണ്ടതായ ഒരു യാഥാർത്ഥ്യം ഏതാണ് നല്ല ശുശ്രൂഷ എന്നുള്ളതാ. ആമേൻ. നമുക്ക് ഏറെ പ്രയാസകരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും നമ്മളെ കൺഫ്യൂഷൻ ആക്കിയിട്ടുള്ളതും ഏതാണ് നല്ല ശുശ്രൂഷ. പലരും ശുശ്രൂഷിക്കുന്നുണ്ടല്ലോ. ഇതിലേതാണ് നല്ല ശുശ്രൂഷ? നമ്മൾ പല ശുശ്രൂഷകൾ അനുഭവിക്കുന്നത് കൊണ്ടും പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഏതാണ്. കൺഫ്യൂഷനാണ്. എന്നാൽ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിനകത്ത് പൗലോസ് ഒരു യഥാർത്ഥ ശുശ്രൂഷയെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. അതിന് 6-ാമത്തെ വാക്യം ഒന്നും കൂടി വായിക്കാമോ? ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുയേശുവിനെ നല്ല ശുശ്രൂഷകനാകും. ക്രിസ്തുവിന്റെ ഒരു നല്ല ശുശ്രൂഷകനാകണമെങ്കിലുള്ള ക്വാളിറ്റി വചനം ദൈവത്തിന്റെ ആത്മാവ് വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. എന്നാണ് എഴുതിയിരിക്കുന്നത്? ഒരു നല്ല ശുശ്രൂഷ എങ്ങനെ തിരിച്ചറിയും? ഇത് സഹോദരന്മാരെ ഈ കാര്യങ്ങൾ നീ ഓർമ്മിപ്പിച്ചാൽ. ആ പദത്തിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം എന്ന് പറയുന്നത് സ്തോത്രം ഹുപോതീദേമി എന്ന് പറയുന്ന വാക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വചനങ്ങൾക്ക് നീ ഒരു അടിത്തറ സ്ഥാപിച്ചാൽ നീ നല്ലൊരു ശുശ്രൂഷകനാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ നല്ലൊരു ശുശ്രൂഷയെ എങ്ങനെ വേർതിരിച്ചറിയാം? എങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ ഒരു നല്ല ശുശ്രൂഷകനാകാൻ കഴിയുന്നത്? സഹോദരന്മാരുടെ കീഴിൽ വചനത്താൽ ഒരു ഉറച്ച അടിസ്ഥാനം ഇടുകയാണെങ്കിൽ ദൈവാത്മാവ് പറയുന്നു അത് നല്ലൊരു ശുശ്രൂഷയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ കേൾക്കുന്ന വചനങ്ങൾക്കകത്ത്, നമ്മൾ കേൾക്കുന്ന വാക്കുകൾക്കകത്ത് വചനത്തിന്റെ അടിസ്ഥാനമോ അടിത്തറയോ ഇല്ലെങ്കിൽ ദൈവം ഒരിക്കലും ഒരു നല്ല ശുശ്രൂഷകനായിട്ട് ആ വ്യക്തിയെ സർട്ടിഫൈ ചെയ്തിട്ടില്ല. ലോകത്തിന്റെ മുമ്പിലുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും. സ്വർഗ്ഗ നമ്പുരാന്റെ കീഴിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് ആത്മാവിൽ ഒരു വ്യക്തിയെ ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതിന്റെ ഏക തെളിവ് പ്രൈസ് ദി ലോർഡ് കേൾക്കുന്നവരെ മറിച്ചു കളയുന്ന കിഴവി കഥകളോ അടിസ്ഥാനമില്ലാത്ത കഥകളോ പറയുകയല്ല, വചനത്താലുള്ള അടിത്തറ സ്ഥാപിക്കുന്നതാണ്. ഹല്ലേലൂയ. സഹോദരന്മാരെ, ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചാൽ, ഏത് കാര്യങ്ങൾ? മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അത് നീ ഓർമ്മിപ്പിച്ച് ആ വചനത്താൽ ഒരു അടിത്തറ നീ സ്ഥാപിക്കുകയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ മുമ്പിൽ നീ ഒരു നല്ല ശുശ്രൂഷകനായിട്ട് മാറും. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, യഥാർത്ഥമായ ശുശ്രൂഷ മനുഷ്യരെ കോരിത്തെരിപ്പിക്കുന്ന ചക്കരവാക്കുകൾ പറയുന്നതല്ല.
പ്രൈസ് ദി ലോർഡ്. അതിലേക്ക് ചെവി കൊടുക്കരുത്, അതിലേക്ക് ഓടിപ്പോകരുത്. ചിലർ അവിടെയെന്നും ചിലർ ഇവിടെയെന്നും ശുശ്രൂഷകൾ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ മാടി വിളിക്കും. പക്ഷെ ആത്മാവിന്റെ ശുശ്രൂഷ വചനത്തിലുള്ള അടിത്തറയിലത്രേ. നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഹല്ലേലൂയ. അപ്പൊ വചനത്തിലുള്ള ഒരു അടിത്തറ നമുക്കുണ്ടെങ്കിൽ ആ അടിത്തറയിന്മേൽ പരിശുദ്ധാത്മാവിന്റെ ഒരു അമാനുഷികമായ കരം ഉണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ വചനവും പരിശുദ്ധാത്മാവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നിടത്ത് ദൈവത്തിന്റെ രാജ്യമുണ്ട്, ദൈവികമായ വിടുതലുണ്ട്, ദൈവികമായ പ്രവൃത്തിയുണ്ട്. ഇന്ന് പകലിൽ ഇതിന്റെ നടുവിലും ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആളുകളെ അന്ത്യകാലഘട്ടങ്ങളിലേക്ക് വഞ്ചനയിലേക്ക് നയിക്കുന്നു, വശീകരണത്തിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. ആ കാലഘട്ടത്തിനകത്തു നമുക്ക് ദൈവത്തിന്റെ വചനം പഠിച്ചു കഴിഞ്ഞാൽ ജ്ഞാനവാദികൾ എന്ന് പറയുന്ന ഒരു കൂട്ടർ, അറിയുക എന്നുള്ള പദമാണ് ജ്ഞാനവാദം. ജ്ഞാനവാദി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയുക എന്നുള്ളതാണ്. സഭയ്ക്കകത്ത് പൗലോസ് പഠിപ്പിച്ച ഉപദേശത്തെക്കാൾ വലിയ ഉപദേശം തങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞ് ആ കാലഘട്ടത്തിൽ ജ്ഞാനവാദികൾ എന്ന് പറയുന്ന ചില കൂട്ടർ, ചില ആളുകൾ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി. അവരാൽ അത് ദൈവത്താൽ ഉണ്ടായ വെളിപ്പാടുകളാണെന്ന് പറഞ്ഞ് സഭയെ പഠിപ്പിച്ചു തുടങ്ങി. പ്രിയമുള്ളവരെ, ഒരു ഉപദേശം കേട്ടാൽ അത് ദൈവത്തിൽ നിന്നുള്ളതാണോ മനുഷ്യനിൽ നിന്നുള്ളതാണോ ചെകുത്താനിൽ നിന്നുള്ളതാണെന്ന് ദൈവമക്കൾ വിവേചിക്കണം കേട്ടോ. ഹല്ലേലൂയ. അത് എത്ര വലിയ ദൈവദാസന്മാരെന്ന് പറഞ്ഞാലും ഞാൻ ദൈവമക്കളോട് പറയാം, ഈ വചനത്തിലല്ലാത്ത അമാനുഷികത പറയുന്നവർ ഒരിക്കലും വെളിപ്പെടുന്നത് ദൈവികമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പുതിയ ഉപദേശമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉപദേശം സ്ഥാപിക്കുവാൻ ശ്രമിച്ചാൽ ദൈവമക്കൾ ശ്രദ്ധിക്കണം, അത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ആളുകളെ വഞ്ചനയിലേക്ക് കൊണ്ടുവന്നിരുന്ന ആ കാലഘട്ടത്തിലെ ജ്ഞാനവാദികൾ യേശുവുമായിട്ടൊരു ബന്ധവുമില്ലാത്തൊരു ക്രിസ്തുവിന്റെ ആത്മാവിനെ കുറിച്ചാണ് സഭകളിൽ അവർ സ്ഥാപിച്ചിരുന്നത്. എന്നാൽ സ്തോത്രം, അവസാന കാലഘട്ടങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്ന സഭയെ ആ കാലഘട്ടത്തിനകത്ത് പൗലോസ് വളരെ കൃത്യമായിട്ട് ദൈവത്തിന്റെ യഥാർത്ഥമായ വചനവും സുവിശേഷവും എന്താണ് എന്ന് വ്യക്തമായി അടിത്തറയിട്ട് സ്ഥാപിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു അടിത്തറ വേണം. ഹല്ലേലൂയ. അടിത്തറ ഇല്ലാത്തവരാണ് ഒഴുകിപ്പോകുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അടിത്തറ ഇല്ലാത്തവരാണ് അവിടെ സത്യമാണ് ഇവിടെ സത്യമാണെന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുന്നതിന്റെ കാരണം നമുക്ക് ബേസ്മെന്റ് ഇല്ല. ഹല്ലേലൂയ. കർത്താവ് ഒരു കാര്യം പറഞ്ഞു മത്തായി സുവിശേഷത്തിനകത്ത്, അടിത്തറയില്ലാത്ത ഭവനങ്ങൾ എന്ത് ചെയ്യില്ല? നിലനിൽക്കത്തില്ല. അല്ലേ? വൻമഴ ചൊരിഞ്ഞപ്പോൾ, നദി പൊങ്ങിയപ്പോൾ അതിന്റെ അടിസ്ഥാനം ഇടാത്തത് കൊണ്ട് എന്ത് ചെയ്തു? അത് ഒഴുകിപ്പോയി. വചനത്തിലുള്ള അടിസ്ഥാനം നമ്മുടെ ഹൃദയത്തിനകത്തില്ലെങ്കിൽ പലവിധത്തിലുള്ള ഉപദേശങ്ങൾക്ക് നമ്മൾ വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട്. അത് അന്നും ഇന്നും ഇനി വരാൻ പോകുന്ന സമയത്തും. അതുകൊണ്ട് നമ്മുടെ അടിസ്ഥാനം ഏതിലാ? നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിലാണ്. പൗലോസ് പറഞ്ഞു, ക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. കാരണം ഏതൊരു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുവാൻ അത്രേ ദൈവം ഞങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെതല്ലാത്ത അടിസ്ഥാനം നമ്മിൽ വീണാൽ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകും, ഉപദേശങ്ങളിൽ നിന്ന് മാറിപ്പോകും, വ്യവസ്ഥകളിൽ നിന്ന് മാറിപ്പോകും. അവസാനം ഒടുവിൽ സ്തോത്രം എല്ലാം സ്വീകരിച്ചിട്ട് നമ്മളോട് തന്നെ ചോദിക്കും, ഇതിലൊക്കെ വന്നിട്ട് പിന്നെ എന്താ കാര്യമുണ്ടായത്? പ്രൈസ് ദി ലോർഡ്. അത്രമാത്രം പിശാച് നമ്മൾ പൊസഷൻ എടുക്കും. പിശാചിന് തുറന്നു കൊടുക്കുന്ന വാതിലുകൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അതിനെ നമ്മൾ അടയ്ക്കണം, ഷട്ട് ഡൗൺ ചെയ്യണം. വചനത്തിലല്ലാത്ത വെളിപ്പാട് എടുക്കരുത്, വചനത്തിലല്ലാത്ത ഉപദേശ അടിസ്ഥാനങ്ങൾ എടുക്കരുത്. അത് സഭയെ വഴിതെറ്റിക്കും, വ്യക്തികളെ വഴിതെറ്റിക്കും. അനേകരുടെ പുറകെ ഇന്ന് പലരും ദൈവസഭയ്ക്കകത്ത് നിന്ന്
ആ പ്രവാചകന്റെ അടുക്കിലേക്ക് ഈ പ്രവാചകന്റെ അടുക്കിലേക്ക് പോകുന്നത് ബേസ്മെന്റ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മറന്നു പോകരുത്, പിശാച് വഞ്ചിക്കുന്നു. അതുകൊണ്ട് കൊരിന്ത്യ ലേഖനത്തിനകത്ത് പൗലോസ് ഇപ്രകാരം എഴുതി, 11-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ. 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ പൗലോസ് അവിടെ പറഞ്ഞു. 11-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ളവർ കള്ളയപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല. അടുത്ത വാക്യം. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു. കണ്ടോ? അപ്പൊ സാത്താന് വെളിച്ചദൂതന്റെ വേഷം ധരിക്കാൻ കഴിയും. കാണുന്നവരെല്ലാം കണ്ണടച്ച് വിശ്വസിക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. കാണുന്നവരെല്ലാം കണ്ണടച്ച് വിശ്വസിക്കല്ലേ. വചനം പറയുന്നു, ഞെട്ടിപ്പോകരുത്, ഭ്രമിക്കരുത് പ്രിയമുള്ളവരെ. സാത്താൻ തന്നെ വെളിച്ചത്തിന്റെ ദൂതനായി രൂപാന്തരപ്പെടുന്നു. തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. തിരിച്ചറിയണം. ഇത് തിരിച്ചറിയാതെ പോയവരൊക്കെ അനേകർ ഈ പോർക്കളത്തിൽ പെട്ടുപോയി. അനേക ദൈവദാസന്മാരെന്ന് പറയുന്നവർ, കൃപയിൽ നിൽക്കുന്നവരെന്ന് പറയുന്നവരൊക്കെ വീണുപോയി. കാരണം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർ എവിടേക്കോ വശീകരിക്കപ്പെട്ടു. അവിടെ ലക്ഷ്യം കറക്റ്റ് ആയിരുന്നു, പക്ഷെ ഓട്ടത്തിനകത്ത് എവിടെയൊക്കെയോ പാകപിഴകൾ സംഭവിച്ചു. പ്രിയമുള്ളവരെ, ഇത് റിലേ ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് ഓടി 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 തീർക്കാനുള്ളതല്ല. മരണം വരെയും കുഴിയിൽ വെക്കുന്നത് വരെയും ഓടാനുള്ള ജീവിതമാ. മൂക്കിൽ പഞ്ഞി വെക്കുന്നത് വരെ ഒരു സ്വത്രം വിശ്രമവും ഈ ക്രിസ്തീയ ജീവിതത്തിനില്ല. നമ്മൾ വിചാരിക്കും, സ്വത്രം ഇനി കുറച്ച് നാൾ വിശ്രമിക്കാം, അല്ലേ? കുറച്ച് നാൾ വിശ്രമിക്കാം, ഇനി കുറച്ച് നാൾ മാറിയിരിക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. മൂക്കിൽ പഞ്ഞി വെക്കുന്നത് വരെ നിന്റെ ഓട്ടം ഓടി തീർക്കരുത്. കാരണം ലക്ഷ്യം വലുതാണ്, പ്രതിഫലം വളരെ വലുതാണ്. അതോടി തീർത്ത് ജയാളികൾക്ക് പ്രാപിക്കേണ്ട ബിരുദുണ്ട്. അതുകൊണ്ടല്ലേ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, ജയിക്കുന്നവന് ആത്മാവ് സഭകളോട് പറയുന്ന, ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന്. അപ്പോൾ ജയിക്കണം. അതിന്റെ അർത്ഥം എന്താ? തോൽക്കാൻ സാധ്യതയുണ്ട് എന്നല്ലേ? പ്രൈസ് ദി ലോർഡ്. അനേകം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ട്, അല്ലേ? പക്ഷേ അതിൽ ജയിക്കുന്നവരുമുണ്ട്, തോൽക്കുന്നവരുമുണ്ട്, അല്ലേ? ജയിക്കുന്നവരുണ്ട്, തോൽക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ജയിക്കുന്നവന്, ജസ്റ്റ് ഒരു പാസ് മാർക്ക് കിട്ടുന്നവന്, അല്ലേ, ഈ ലോകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹല്ലേലൂയ, ഒരു ജസ്റ്റ് പാസ് മാർക്കിനുള്ള വ്യവസ്ഥയെങ്കിലും പാലിക്കുന്നവനെ അത് കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. ജയത്തിൽ വ്യത്യസ്ത ഗ്രേഡുകൾ ഉണ്ടെങ്കിലും ജയിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. മനസ്സിലായോ? ഹല്ലേലൂയ. ജയത്തിൽ വ്യത്യസ്ത ഗ്രേഡുകൾ നമുക്കുണ്ട്. വിശുദ്ധന്മാരെ, നമ്മുടെ ശുശ്രൂഷകളിലൊക്കെ ഗ്രേഡുകളുണ്ട്, അല്ലേ? ഓടിത്തീർത്ത ശക്തന്മാരായ അഭിഷിക്തന്മാർക്ക് ദൈവം വെച്ചിരിക്കുന്നതായ ശുശ്രൂഷകൾ വലിയതാണ്. ജീവന്റെ കിരീടം, വാടാത്ത കിരീടം, അല്ലേ? പ്രതിഫലങ്ങൾ അനവധിയാണ്. അതോടുന്ന ഓട്ടത്തിന്റെ, അല്ലേ, അനുഭവിക്കുന്ന യാതനകളുടെ, അനുഭവിക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം അളന്നു തരുന്നത്. ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഓരോ പ്രതിഫലം വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, മറന്നുപോകരുത്. നമ്മൾ മറക്കുമ്പോഴാണ് നമുക്ക് ക്ഷീണം, അല്ലേ? അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. ഭൂമിയിലുള്ള താൽക്കാലികമായ സ്വത്തും സമ്പത്തും ഭവനവും ശാരീരികമായ ചില സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി അല്ല ഒരു ദൈവ പൈതൽ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം.
ഹല്ലേലൂയ. അത് മനസ്സിലാക്കാതിരിക്കുമ്പോഴാ പാസ്റ്ററെ ശരീരത്തിൽ തളർച്ച, ആത്മാവിൽ തളർച്ച, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആരാധിക്കാൻ പറ്റുന്നില്ല, ഉപവസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? അവരുടെ ചിന്തകൾ മുഴുവൻ ഭൗമികമാണ്. പൗലോസ് പറയുന്നു ഫിലിപ്പി ലേഖനത്തിനകത്ത്, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. കാരണം നമ്മൾ ജനിച്ചിരിക്കുന്ന ഉയരത്തിലുള്ള ജനനമാണ്. മനസ്സിലായോ? നമ്മുടെ DNA വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഹല്ലേലൂയ. നമ്മുടെ സെല്ലുകൾക്ക് വ്യത്യാസമുണ്ട്, നമ്മുടെ DNA വ്യത്യാസമുണ്ട്. ഇതിലൂടെ ഒഴുകുന്നത് യേശുവിന്റെ രക്തമാണ്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആത്മാവാണ് ഇതിനെ ശക്തിപ്പെടുത്തുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പകല് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ DNA മാനുഷികമായ DNA മോഡിലല്ല ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. വചനത്താൽ അകത്ത് വീണ്ടും ചില സംഭവിച്ചപ്പോൾ നിന്റെ DNA പോലും വ്യത്യാസം വന്നോ? നീ ഉയരത്തിലെ പ്രകൃതിയിൽ ജീവിക്കേണ്ടവനാ. നമ്മളത് മനസ്സിലാക്കണം. നിന്റെ ഭൗമികമായ പ്രകൃതിയിൽ ജീവിക്കാനുള്ള അവസ്ഥയിലല്ല നിന്നെ ജനിപ്പിച്ചത്. ഉയർന്ന തലത്തിൽ, ആത്മമണ്ഡലത്തിൽ, ആത്മാവിന്റെ തലത്തിൽ, പകർച്ചയുടെ അനുഭവത്തിൽ ജീവിക്കാൻ അതിനാ ദൈവം വെച്ചിരിക്കുന്നത്. നമ്മൾ വീണ്ടും ജനിച്ചു എന്ന് പറഞ്ഞ് ഭൗതികമായ കാര്യങ്ങളിലേക്ക് നോ. നിന്നെ ജനിപ്പിച്ച അപ്പൻ, അവൻ അറിയാം നിന്റെ ഭൗതികമായ നന്മകളൊക്കെ. മനസ്സിലായോ? നിങ്ങൾ കാക്കകളെ നോക്ക്, അല്ലേ? പറവകളെ നോക്ക്. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല കളപുരയിൽ. അവയ്ക്ക് ആവശ്യമായ ആഹാരമെല്ലാം അതത് സമയങ്ങളിൽ ദൈവം കൊടുക്കുന്നുണ്ടെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾക്ക് എത്രയോ അധികം. ഹല്ലേലൂയ. നമ്മൾ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പാസ്റ്ററേ ഹല്ലേലൂയ ജീവിത വരുമാന മാർഗമില്ല, പ്രാർത്ഥിക്കണം. മകന് സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ പറ്റിയില്ല, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കും. പക്ഷെ അതിനേക്കാൾ വലുതുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഈ താൽക്കാലികമായ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിന്റെ DNA രൂപപ്പെടുത്തിയിരിക്കുന്നത്. അവനറിയാം, യേശുവിനറിയാം, എന്റെ കർത്താവിനറിയാം. അവൻ സർവശക്തനാ. അവനറിയാത്ത കാര്യമൊന്നുമില്ല. നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ നിനക്കറിയില്ലേ? നമ്മുടെ ബലഹീനത കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാ, അല്ലേ? ഹല്ലേലൂയ. ജീവിതത്തിലെ ചെറിയ ചെറിയ നിസാരമായ പരിശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ ഏത് ദൈവമായി തന്നെ പ്രാർത്ഥിക്കാൻ കഴിയും. കർത്താവേ, ഇതറിയുന്ന ഒരു കർത്താവുണ്ട്. ഈ അവസ്ഥകളിലൂടെ കടത്തിവിട്ട ദൈവത്തിന് സ്തോത്രം. നമ്മളെപ്പോഴും പരാതിയാ, എപ്പോഴും പരാതിയാ നമുക്ക്. എന്താ പരാതി എന്നറിയാമോ? നമ്മുടെ ചിന്തകളെല്ലാം നാളത്തെ കുറിച്ചുള്ളതാണ്. ഈ ഭൂമിയിൽ അല്പമായി നമ്മൾ നേടുന്ന ചില അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്വർഗത്തിന് എത്ര വലിയ പ്രതീക്ഷയാണെന്ന് അറിയാമോ നമ്മളെ കുറിച്ച്? പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ നമ്മെ സീറ്റിംഗ് ചെയ്തിരിക്കുന്ന ആ ദൈവത്തിന് എത്ര വലിയ പ്രതീക്ഷ നമ്മെ കുറിച്ചുണ്ട്. മറന്നു പോകരുത്. ഹല്ലേലൂയ. യേശുവിനെ ദൈവം മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനോടുകൂടെ സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് സിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുക. ആ ഇരുത്തിയിരിക്കുന്നതിന്റെ കാരണം ഇനിയും അനേക പുത്രന്മാർ തേജസ്സിലേക്ക് നടത്തപ്പെടേണ്ടതുണ്ട്. ബിക്കോസ് നമ്മൾ എല്ലാവരും അതിനകത്ത് സീറ്റഡ് ആണ്. അവൻ ഉയരത്തിൽ നമ്മെ ഇരുത്തിയിരിക്കുക. ഈ ഭൗമികമായ നിസാര കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാതെ ഉയരത്തിലുള്ളത് ചിന്തിക്ക്. അപ്പന്റെ കൂടെ യാത്ര ചെയ്യ്. അപ്പന്റെ ശബ്ദം ശ്രദ്ധിക്ക്. അപ്പന്റെ ആത്മാവ് നിന്നിൽ വസിക്കട്ടെ. ഹല്ലേലൂയ. അനേക സഹോദരന്മാരെ തേജസ്സിലേക്ക് നടത്താൻ. ഹല്ലേലൂയ. ആ വിഷയമൊക്കെ തൊട്ടാൽ
ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുക. അനേക സഹോദരന്മാരെ തേജസ്സിലേക്ക് നടത്തേണ്ടതിന് കഷ്ടാനുഭവം സഹിച്ചവനായ ക്രിസ്തുവിനെ ഒന്ന് ഓർക്കാൻ കഴിയുന്നതല്ലേ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഭാഗ്യം? ഹല്ലേലൂയ. കാരണം ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തിലേക്ക് മാറ്റപ്പെടാൻ സമയമായി. മനസ്സിലായോ? കാരണം നിന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് ഈ ദ്രവത്വമുള്ള ശരീരത്തെ അദ്രവത്വത്തിലേക്ക് രൂപാന്തരപ്പെടുത്താൻ പോകുകയാണ്. പ്രിയമുള്ളവരെ, വലിയൊരു മഹാസംഭവം ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്നു. കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ദൂതന്മാരോടുകൂടെ കാഹള ശബ്ദത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പോകുന്നു. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും അത് വലിയൊരു സംഭവമല്ല അല്ലേ? അതൊരു സംഭവമല്ല പാസ്റ്റർ. അത് കർത്താവ് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വന്നോട്ടെ. ഇനി വന്നാലും വന്നില്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് വിഷയമല്ല. കാരണം ഞങ്ങൾ ഭൂമിയിൽ വ്യക്തമായൊരു അടിത്തറ ഭൗതികമായ നന്മകൾ കൊണ്ട് ഒരു 4 തലമുറയ്ക്കുള്ളത് സ്ഥാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ധനവാനോട് പറയുന്നൊരു കാര്യമുണ്ട്. ധനവാനോട് അല്ലേ, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുടയിലൂടെ കടക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം ആ വാക്യം. ഹല്ലേലൂയ. ഒരു രാത്രിയിൽ അവനോട് പറയാണ്, നിന്റെ ആത്മാവിനെ ഇന്ന് ഞാൻ വിളിച്ചാൽ അല്ലേ. നമുക്ക് അങ്ങനെ ഒരു ഭയമൊന്നുമില്ല. കർത്താവിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയും, കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ദൈവം നിന്നെ അയക്കുന്നതിന് മുമ്പ് പുസ്തക ചുരുളിൽ നിന്നെ കുറിച്ച് ചിലത് എഴുതിയിട്ടുണ്ട്. ഈ ഭൂമിയിൽ നിന്നെ കുറിച്ച് ദൈവം തീർക്കുവാനുള്ള പദ്ധതികളെ കുറിച്ച് ദാവീദ് പറയുന്നു, എന്നെ കുറിച്ച് പുസ്തക ചുരുളിൽ എഴുതിയിട്ടുണ്ട്. സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന ചില പുസ്തക ചുരുളുകളുണ്ട്. പുസ്തക ചുരുളുകളുണ്ട്. അതിൽ എന്റെ ഡെസ്റ്റിനിയെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആർക്കെങ്കിലും അറിയാമോ? ഹല്ലേലൂയ. നമ്മുടെ ഡെസ്റ്റിനിയെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഓർമ്മയുടെ പുസ്തകം. ഹല്ലേലൂയ. ആ ഡെസ്റ്റിനിക്കകത്ത് നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ മരണം വരെ നമ്മൾ എങ്ങനെയാണ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു, അതിൽ നമ്മെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് കാണുവാനുള്ള ആത്മ കണ്ണുകൾ തുറക്കട്ടെ. ഹല്ലേലൂയ. എന്നെ കുറിച്ചുള്ള പദ്ധതി, എന്നെ കുറിച്ചുള്ള ദൈവികമായ ദൗത്യം, എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അതിനകത്ത് സ്വർഗം തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ ഒരു ദീർഘദൃഷ്ടി ദൈവജനത്തിനുണ്ടാകട്ടെ. ദൈവം എന്താണ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. ലക്ഷ്യം തെറ്റരുത്, മാർഗം വിശാലമാണെന്ന് കരുതരുത്. ഇത് ഇടുക്കവും ഞെരുക്കമുള്ള വഴിയാണ്. അനേകർ അതിലേക്ക് കടക്കാൻ നോക്കും, പക്ഷേ കടക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തന്റെ ഭാവിയുടെ ഗതി എന്തായി തീരും? ഇത് ഇടുങ്ങിയ വാതിലോ? പ്രൈസ് ദി ലോർഡ്. ഈ ഇടുങ്ങിയ വാതിലൂടെ വേണം കടന്നു പോകാൻ, അവസാനിപ്പിക്കുവാൻ, ഓട്ടം സ്ഥിരതയോടോടുവാൻ. അതുകൊണ്ട് എബ്രായലേഖന കർത്താവ് 12-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ വിരുദ് നഷ്ടപ്പെടുത്തരുത്. ആത്മാവ് അന്ത്യകാലഘട്ടത്തിൽ തെളിവായി പറയുന്നു, അനേകരും വിശ്വാസത്തിൽ നിന്ന് അവരുടെ മനസ്സുകൾ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് സഭയോട് പറയുന്ന ദൂതായി എന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുമ്പോൾ, ഹല്ലേലൂയ, ഈ താൽക്കാലികമായതൊന്നും നമുക്ക് വേണ്ട. ഈ താൽക്കാലികമായതെല്ലാം അഴിഞ്ഞു പോകും. ഹല്ലേലൂയ. ഈ ഭൂമിയും ഭൂമിയിലുള്ളതൊക്കെയും വെന്തു പോകും. ഇതെല്ലാം നഷ്ടമാകാൻ പോകും.
നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയത്തിനകത്ത് ഹല്ലേലൂയ, എൻ്റെ ഡെസ്റ്റിനി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്ന് എനിക്കൊരു ലക്ഷ്യമുണ്ട്. മറ്റുള്ളവരെ പോലെയല്ല ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ അവസാനം വരെ എൻ്റെ ഉപനിധി കാക്കുവാൻ ശക്തനത്രേ. സ്വർഗരാജ്യം എന്ന് പറയുന്നത് വയലിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു നിധിയാണ് കേട്ടോ. അതൊരു മനുഷ്യൻ വാങ്ങി, അല്ലേ? തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങിയതിന് മുമ്പിൽ ഒരു കാരണമുണ്ട്. അതിനകത്തൊരു നിക്ഷേപം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിൻ്റെതല്ലാത്ത നിക്ഷേപങ്ങൾ ഈ ഭൂമിയിൽ പ്രാപിക്കുവാൻ നിങ്ങളെ ഓടുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, വശീകരിക്കപ്പെട്ടു പോകരുത്. സഹോദരങ്ങളെ, ഈ ഭൂമിയിലെല്ലാം നേടുന്നതല്ല നിത്യതയിൽ നമുക്ക് ലഭ്യമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് വില കൊടുത്തുകൊണ്ടുള്ള ജീവിതമാണ്. പലതും ഉപേക്ഷിക്കേണ്ടി വരും. രണ്ടുള്ളവൻ ഒന്ന് കൊടുക്കട്ടെ. മനസ്സിലായോ? അതാണ് ഈ മാർഗം. രണ്ടുള്ളവൻ ഒന്ന് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടണം. ഹല്ലേലൂയ. ഒന്നും നേടുവാൻ കഴിയുന്നതല്ല ക്രിസ്തീയ ജീവിതം. പ്രൈസ് ദി ലോർഡ്. അതിനുള്ള കാരണം ഞാൻ പറയാം. ഇവിടെ കാണുന്നതെല്ലാം മായയാണ്. കാണാത്തതൊന്നുണ്ട് യാഥാർത്ഥ്യം. അത് നിത്യതയാണ്. അത് കിരീടങ്ങളാണ്. അത് അവകാശങ്ങളാണ്. അത് വിശുദ്ധന് വെച്ചിരിക്കുന്നതായ ഹല്ലേലൂയ പ്രതിഫലങ്ങളാണ്. അത് മറന്നു പോകരുത്. അങ്ങനെയെങ്കിലും ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് ദിവസത്തിൽ അടയ്ക്കാം. കേട്ട വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, കാണുന്നത് താൽക്കാലികം, എന്നാൽ കാണാത്തതോ നിത്യം. ഞങ്ങളുടെ ജീവിതത്തെ ഓരോ ദിവസം പരിശുദ്ധാത്മാവ് പണിയുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പുത്രനിൽ നിന്നുള്ളത് ഞങ്ങൾക്ക് എടുത്തു തരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവൻ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. കർത്താവേ, ഈ യഥാർത്ഥമായ വചനത്തിൻ്റെ സത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതായ എല്ലാ സെഡ്യൂസിങ് സ്പിരിറ്റിനെയും ആത്മാവിൽ മനസ്സിലാക്കിയതിനെ ആത്മമണ്ഡലങ്ങളിൽ വെട്ടുവാൻ വചനമെന്ന വാളെടുത്ത് ഉപയോഗിക്കുവാൻ സഭയിലെ കുടുംബങ്ങളെ, വ്യക്തികളെ, ദൈവത്തിൻ്റെ ദാസന്മാരെ സഹായിക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഞങ്ങൾ കർത്താവേ അവിശുദ്ധ മന്ദിരത്തിലേക്ക് പിന്നെയും അടുത്തു വരുന്നു. ആത്മാവിൻ്റെ ഒഴുക്ക് പിന്നെയും ഞങ്ങളിൽ വെളിപ്പെടുകയും ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുൻപോട്ട് പോകുവാൻ, ആ ഓട്ടം സ്ഥിരതയോടോടുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായിട്ട് നന്ദി. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.